ഊണ് കഴിക്കായിരുന്നു അപ്പോഴും ഫോൺ. എക്സ്ക്യൂസ് മീ. ചേച്ചി, ഞാനുള്ള കാര്യം തുറന്നു പറയും. അതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഞാൻ മണിയടിക്കാരനാ. ഹലോ. ഇപ്പൊ ഊണ് നന്നായിന്ന് വെക്കുക, ചേച്ചിക്ക് ഒരു കോംപ്ലിമെന്റ് എന്നാ മണിയടിയാണോ? ഊണ് മോശമായി വെക്കുക, മോശമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാവോ? ഇല്ലല്ലോ. അപ്പോഴും സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് പറയാ, കൊള്ളാന്ന്. നമുക്കെന്താ നഷ്ടമെന്നേ? ഇതങ്ങനെ സന്തോഷത്തിന് പറഞ്ഞതാണോ? അയ്യോ, എന്റെ പൊന്നു ചേച്ചി, സത്യമായിട്ടല്ല, അമ്മയാണ് സത്യം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല? ആരായാലും എന്താ? നോ നോ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്താ? ആരാ? ഊണ് കഴിക്കണില്ലേ? ഇല്ല, എനിക്ക് ഉടനെ ഹോട്ടലിലേക്ക് പോകണം. എന്താ എന്താ പറ്റിയെന്ന് പറ. അവിടെ ഏതൊരു തെണ്ടി എന്നെ സ്റ്റാഫിനെ അടിച്ചു. എന്നിട്ട് അതെന്തായെന്ന് അറിയാനാ പോണേ. ഞാനും വരാം സാർ. ആരും വരണ്ട, താൻ ഊണ് വെച്ചിട്ട് തന്നെ ബാങ്കിലേക്ക് പോകും. നാരായണേട്ടാ, ഞാനും വരാൻ കൂടെ. ആരും വരണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായത്? ഒരു ഗസ്റ്റ് എന്നെ അടിച്ചു സാർ. എന്റെ ഷർട്ടെ കുത്തിപ്പിടിച്ചു. ദേ ഇത് കണ്ടോ? എന്തിനാ അടിച്ചത്? അവർ രണ്ടുപേരുണ്ടായിരുന്നു, കൂടെ ഒരു പെണ്ണുണ്ട്. അത് ഫാമിലി എല്ലാം തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, ഞാൻ മാനേജറെടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവരെന്നെ അടിച്ചു സാർ. സാർ, അവർ നല്ല വെള്ളത്തിലായിരുന്നു. റൂം നമ്പർ എത്രയാ? 120. സാർ, ഇതൊരു പ്രശ്നമാക്കണ്ട, വലിയ പാർട്ടികളാണ്. നോ, സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഇതൊരു വ്യഭിചാരശാലയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിലും പ്രധാനം, എന്റെ ഒരു സ്റ്റാഫിനെ അടിച്ചിട്ട് അവരിവിടെ ആണുങ്ങളെ പോയി താമസിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഈ മീശം വെച്ചുകൊണ്ട് നടക്കുന്നത്? സാർ, ഞാൻ പോയി പറയാം സാർ. എന്ത് വേണം? സാർ, ഞാൻ ഈ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്ററാണ്. ദയവേദി നിങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യണം. പ്രൊപ്പറൈറ്റർ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പോകാൻ പറ അയാളോട്. അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ വില എത്രാന്ന് ചോദിക്ക്. ആ കാശങ്ങ് പിടിച്ചോട്ടെ. ഓ, താനാണോ? വരണം വരണം, ഇരിക്കൂ. സാർ, ഇത് വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരു ഹോട്ടലാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല. എത്തരം കാര്യങ്ങൾ? ഇമ്മോറൽ ട്രാഫിക്, വ്യഭിചാരം. ഞങ്ങൾ അങ്ങനെ ഇമ്മോറലോ ക്രിമിനൽസോ ഒന്നുമല്ല. ഇദ്ദേഹം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇദ്ദേഹം നിങ്ങളുടെ ഹോട്ടലിൽ വന്നൊരു മുറിയെടുത്തു. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നു. ഞങ്ങളൊന്ന് സന്തോഷിക്കുന്നു കരുതിയാൽ മതി. പക്ഷെ അത് എന്റെ ഹോട്ടലിൽ പറ്റില്ല. എന്താ വല്ല പള്ളിയോ പള്ളിക്കൂടോ വെച്ചാണോ? കാശ് കൊടുത്ത് റൂം എടുത്താൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഒഴിയണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വന്നാലേ റൂംബായി അല്ല, താനല്ല, തന്റെ തന്ത വന്ന് അടിക്കും. അടിക്കുമല്ലടാ. അരുത്, ആരും ഒന്നും ചെയ്യണ്ട. തോൽപ്പിച്ചു എന്ന് കരുതണ്ട. നിന്റെ കുറെ തെണ്ടികളെ കണ്ടു ഭയന്നൊന്നും കരുതണ്ട. മദ്രാസ് KK നായർ വിചാരിച്ചാൽ എന്തും നടക്കും. എന്തും മറക്കണ്ട. രണ്ട് കൈമീശ് വന്നവനാ ബാലേന്ദ്രൻ. പേടിപ്പിക്കില്ലേ സാറേ? പേടിക്കരുത്, നമ്മൾ ഇനിയും കണ്ടുമുട്ടാതിരിക്കില്ല. ആ എത്തിയടി, എവിടുണ്ട്? പ്രശ്നമൊന്നുമില്ല. ആ, നീ പേടിക്കണ്ട. നിമ്മിയാ, അവളാകെ പേടിച്ചിരിക്കുന്നു. നിമേ, പേടിക്കാൻ എന്താ ഉള്ളേ? ഒന്നുമില്ല. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ വേഗം വരും. നാരായണുണ്ടല്ലോ അവിടെ അല്ലേ? ശരി. ബാലേന്ദ്രൻ ഈ പറയുന്നതിലൊന്നും വലിയ നീതി ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. ഹോട്ടലാവുമ്പോ അതൊക്കെ പതിവാ. അതിനൊക്കെ കയറി ഹീറോ കളിച്ചാൽ എങ്ങനെയാ? ഹീറോ കളിച്ചതൊന്നുമല്ല. എന്റെ ഹോട്ടലിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ പതിവൊന്നും നടക്കില്ല. പിന്നെ എന്റെ സ്റ്റാഫിനെ അടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും സംഗതി ബോറാക്കിയില്ലേ? നമ്മൾ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പേര് ഭാവി പ്രശ്നങ്ങളില്ലാതെ നോക്കുക. അതാ ഞാനും പറയണേ. ആ നോക്ക് നോക്ക്, ഞാൻ എന്തിനാ വെറുതെ ഉറക്കം ചുറ്റണേ? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങള്. ഞാനൊരു പാവം പോലീസുകാരൻ. ഊച്ചയ്ക്ക് എന്താ പൊഞ്ഞെടുക്കുന്നിടത്ത് കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനാ സ്വഭാവം. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലോ? KR നായരുടെ അളിയനെതിരെ പോലീസ് കേസോ? KR നായർ വരയ്ക്കുന്ന വര വിട്ടു പോകുന്ന ഒരു പോലീസും ഇല്ലൂടെ. അവർ വിചാരിച്ച എന്ത് നടക്കും മദ്രാസിൽ. ഇനി പ്രശ്നം ഉണ്ടാവേണ്ട നോക്കുക. KR നായരെ ഞാൻ കണ്ട് പറഞ്ഞു നോക്കാം. താഴേണ്ട അടുത്ത് നമ്മൾ കുറച്ച് താണു കൊടുക്കുക. താഴ്ന്നു തന്നെയാ നിന്നത്. അപ്പൊ തലക്കറി ചവിട്ടിയാലോ? അതുപോലെ നേരെ ഒരുപാടായി. വരുന്നിടത്ത് വെച്ച് കാണാം.
ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, നിമി ഊണ് കഴിക്കാൻ അവിടെ കാത്തിരിക്കണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ ഹോട്ടലിൽ വെച്ച് കുറെ തെണ്ടുകളുടെ ബലത്തിൽ നീ തിണ്ണമെടുക്കുക കാണിച്ചു. ഇപ്പൊ ഒന്ന് കാണട്ടെ. അവരെ കണ്ട് ഭയക്കണ്ട. എന്റെ കണക്കുകൾ ഞാൻ തന്നെ തീർക്കുന്ന പതിവ്. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കും. പോകാനോ? ഛീ, ഇറങ്ങി വാടാ നായിന്റെ മോനെ. വേണ്ട, കൊല്ലണ്ട. ഇതെന്റെ കൈത്തരിപ്പ് തീർക്കാൻ. തീർന്നു എന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. மிஸ்டர் கேஆர் நாயர் இருக்காரா? இன்னும் வரல சார். கே நாயர் சார் உள்ள இருக்காரு. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ മിസ്റ്റർ മേനോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മിസ്റ്റർ കെആർ നായർ അളിയൻ CM ോട് ഡൽഹിക്ക് പോയിരിക്കുക. എന്ന് വരും? 3-4 ദിവസം കഴിയും. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആരെയോ കാണാൻ പോയതാ. എന്താ വിശേഷിച്ച്? ഏയ്, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ വരും. ഞാൻ ഇറങ്ങിക്കോട്ടെ, സൈറ്റിലേക്ക് പോകണം. മിസ്റ്റർ നായർ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? സംതിങ് പേഴ്സണൽ. പ്ലീസ്, നിങ്ങൾ കാറിലിരിക്കും, ഞാനിപ്പോ വരാം. എന്താണ്? പറയൂ. എന്റെ സണ്ണിലോയും നിങ്ങളും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നറിഞ്ഞു. ചെറുതല്ല, വലിയ ഇഷ്യൂവാ. അയാൾ എന്നെ എന്റെ ഫ്രണ്ടിനെയും തല്ലി. അത് ഞാൻ തിരിച്ചടിച്ചു. അതെ, അതോടെ ആ ഇഷ്യൂ കഴിയണം. കഴിയില്ലല്ലോ. ഒരു പന്ന ഹോട്ടലും പലിശ കമ്പനിയും ഉണ്ടെന്ന് വെച്ച് അഹങ്കാരം കാണിക്കരുത്. പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം? നോ നോ മിസ്റ്റർ മേനോ, നിങ്ങൾ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. അയാളും ചോദിക്കണ്ട. മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിമാനം വ്രണപ്പെടുമ്പോഴാണ്. എന്നെ നാണം കെടുത്തിയാൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തരും? പറയൂ. ഒരു സോറി പറയൂ അല്ലേ? സോറി മിസ്റ്റർ മേനോ, അവനെ ഞാൻ തകർക്കും. അതിനെനിക്ക് 4 ഫോൺ കോൾസ് മതി. ഒരു നീർക്കുമുള പോലെ പൊട്ടും. ശ്രീലക്ഷ്മി ചിറ്റ്സ് ആൻഡ് ഹോട്ടൽ ശ്രീലക്ഷ്മി